ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു ഗൈസ്. ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് ഇതിനൊക്കെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയത്. ഇത് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആലപ്പുഴ വരെ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ നാട് ആലപ്പുഴയാണ്. അപ്പോൾ 2-3 സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ ATM കാർഡും പിന്നെ ആധാർ കാർഡും എല്ലാം അവിടെയായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് ചെറുതായിട്ട് നാട് വരെ പോയി വന്നതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. രാവിലെ 4:30 മണിയായപ്പോഴത്തേനും എണീറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു 6 മണി 6:30 അടുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ ഹബ്ബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹബ്ബ് വരെ ഓട്ടോയ്ക്ക് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഹബ്ബിലെത്തി നമ്മൾ പിന്നെ അടുത്ത ബസ്സൊക്കെ കയറി KSRTC ബസ്സിലൊക്കെ കയറി. സീറ്റ് കിട്ടിയില്ല ഗൈസ് ഇരിക്കാനായിട്ട്. ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് ചെന്നത്. രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല, സീറ്റൊക്കെ കിട്ടും. നമ്മുടെ KSRTC ബസ്സിൻ്റെ അറ്റത്ത് സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ വൈബടിച്ച് പോകാനൊരു പ്രത്യേക രസമല്ലേ. അതൊക്കെ പ്രതീക്ഷിച്ച് കയറിയതാണ്. പക്ഷേ ചേർത്തല വരെ നിൽക്കേണ്ടി വന്നു ഗൈസ്. ഇരിക്കാനേ സീറ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചേർത്തല ആയപ്പോൾ പതുക്കെ ഒരു സീറ്റൊക്കെ ഇങ്ങനെ ഫ്രീ ആയി കിട്ടി. അങ്ങനെ ഞാൻ കയറിയിരുന്നു. അമ്മയുടെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എനിക്ക് കാല് വേദന എടുത്തിട്ട് വയ്യ. ഞാൻ വേഗം പോയി അവിടെ സീറ്റ് പിടിച്ച്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൃപാസനം എത്തിയപ്പോൾ കുറേ പേര് ഇറങ്ങി. പിന്നെ സീറ്റ് ഫുൾ കാലിയായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ പിന്നെ ഒന്നിച്ച് വന്നിങ്ങനെ ഇരിക്കുവാണ്. അമ്മമാരെ കണ്ടാൽ നമുക്ക് എപ്പോഴും ഉള്ളതാണല്ലോ ഈ മടിയിലോട്ട് കിടക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ അമ്മയുടെ ഷോൾഡറിൽ ഞാനിങ്ങനെ തല വെച്ച് വെറുതെ കിടക്കുമായിരുന്നു. എനിക്ക് മടുത്തു. കുറേ നേരമായില്ലേ ബസ്സിലിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. എത്രയൊക്കെ വട്ടം ഈ റൂട്ട് വന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിലോട്ട് പോവുക അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അവിടുത്തെ കാഴ്ചകളൊക്കെ എത്ര കണ്ടാലും നമ്മൾക്ക് ഒരിക്കലും മതിയാവില്ല. എനിക്കും അതുപോലെ തന്നെ എറണാകുളത്തുനിന്ന് ആലപ്പുഴയിലോട്ട് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കാറ്റും മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നാട്ടിലോട്ട് പോകുന്നത്. പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് എറണാകുളത്തിനെക്കാട്ടിലും കുറേ ഇഷ്ടം എനിക്ക് ആലപ്പുഴ തന്നെയാണ്. അപ്പോൾ ആലപ്പുഴക്കാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറേ നേരം ബസ്സിലിരുന്ന് യാത്ര ചെയ്തതിന് ശേഷം നമ്മുടെ ബസ് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബസ്സിൽ കയറണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ തന്നെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നമുക്ക് 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ തന്നെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് 2-3 ചിപ്സും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ട് നമ്മൾ അടുത്ത ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചങ്ങനാശ്ശേരി ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. ഇത് അത്യാവശ്യം സൂപ്പർ ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ വേഗം എത്തും. അപ്പം വെയിലത്താണ് ഗൈസ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ നോക്കുമോ എന്തോ ഈ പെണ്ണ് കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ മുഖം മറച്ച് വെച്ചെന്താ വെച്ചാൽ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല ഗൈസ് വീഡിയോയിൽ വരാനായിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നതോ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ എടുത്തു പോവുകയും ചെയ്തുകൊണ്ട് ആ വീഡിയോ നല്ല ക്യൂട്ടായിട്ടുള്ളത് കാരണം ഞാൻ അമ്മേനെ ജസ്റ്റ് ഫേസ് ഹൈഡ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ അവസാനം എൻ്റെ കോപ്രായങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് മങ്കൊമ്പി ചെന്ന് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കാൻ കണ്ടക്ടർ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പുറത്ത് പോയി കഴിഞ്ഞാൽ അമ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മേനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കുന്നതോ അമ്മേനെ കൊണ്ട് സാധനങ്ങൾക്ക് പൈസ കൊടുപ്പിക്കുന്നതോ ഒന്നും എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അമ്മയുടെ കയ്യിൽ നിന്നാണ് പൈസ മേടിക്കുക ടിക്കറ്റ് എടുക്കാനും എല്ലാം. പക്ഷെ എന്നാലും ഞാനെന്തോ വലിയ ആളാണ് എന്നുള്ള രീതിയിൽ എനിക്കിതൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഇങ്ങനെ കണ്ടക്ടർ വരാനായിട്ടൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോയും എടുക്കും, നമുക്കതും വേണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവസാനം മങ്കൊമ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് ഓട്ടോയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടം വരെ എത്തിയപ്പോൾ എൻ്റെ സന്തോഷം പിന്നെയും കൂടി. ഞാൻ 6th വരെ പഠിച്ചതല്ല ആലപ്പുഴയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് 7th തൊട്ടിട്ടാണ് എറണാകുളത്ത് വന്നത്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും സ്കൂളിൽ പോകാൻ നേരം ബസ് വരാനായിട്ട് നിൽക്കുന്നത് ദേണ്ട ഇവിടെ അടുത്തൊരു കടയുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതെ ഇവിടെ ഈ ഒരു പരിസരത്തായിട്ടാണ് ബസ് കയറാനായിട്ട് നിൽക്കുന്നത്. ഇവിടെയായിരുന്നു സ്കൂൾ ബസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ പണ്ട് ഞങ്ങൾ അവിടെ വന്ന് നിന്നതും ബസ് വരാനുള്ള ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഓരോ ഗെയിമൊക്കെ കളിച്ചതും എല്ലാം ഇങ്ങനെ ഞാൻ ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ 24 മണിക്കൂറും വെള്ളമാണ് ഗൈസ്. അതും മുട്ടറ്റം വെള്ളം ഉണ്ടാവും. എനിക്ക് വെള്ളത്തിൽ നീന്താനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഉടുപ്പൊക്കെ നനയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രം ഒരു സങ്കടം. കാരണം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു പോവുകയും വേണം. വൈകുന്നേരത്തിന് മുമ്പ് അവിടെ എത്തണം. അടുത്ത ദിവസം കോളേജുണ്ട്, ക്ലാസ്സിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല, അറ്റൻഡൻസ് മാറ്റേഴ്സേ. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ നനയുമല്ലോ എന്ന് ഓർത്തപ്പോൾ മാത്രം ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും ഞാൻ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ
ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല വെള്ളമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും 100% ശുഭപ്രതീക്ഷ നല്ല വെള്ളമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇതിൽ റോഡ് ഏതാ ആറ് ഏതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ നീന്തി നമ്മൾ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഇന്ന് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരാമെന്ന് വിചാരിച്ചാണ്, പിന്നെ എന്തോ ഭാഗ്യത്തിന് ഈ ഒരു സാൻഡൽസ് ഇട്ടത് നന്നായി. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഗൈസ്. കണ്ടല്ലോ എന്ത് വെള്ളമാണ്, ഭയങ്കര വെള്ളമാണ്. നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു പോകും. 2 മണി കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ തിങ്കളാഴ്ചയാണല്ലോ, അപ്പോൾ കോളേജുണ്ട്, ക്ലാസ്സിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ക്രിസ്മസും കൂടെ ആവാറായി, ക്രിസ്മസ് സെലിബ്രേഷൻ, പിന്നെ NSSൻ്റെ ക്യാമ്പ് വരുന്നുണ്ട്. 2-3 സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. എൻ്റെ ആധാർ കാർഡ്, ATM കാർഡ് അതെല്ലാം ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് വേണമായിരുന്നു. അങ്ങനെ 2-3 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വൈകുന്നേരം തന്നെ ഏതായാലും തിരിച്ചു പോകണം. അയ്യോ, കാലെല്ലാം നനഞ്ഞു. ഇങ്ങോട്ട് വരുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്, എൻ്റെ ദൈവമേ. അങ്ങനെ കുറേ നേരം വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇറങ്ങുവാണ് ഗൈസ്. കാരണം വൈകുന്നേരം ഒത്തിരി ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ നാളെ കോളേജിൽ പോകാനായിട്ട് മടിയാവും. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി സെറ്റ് ആവാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ അധികം പിന്നെ ലേറ്റ് ആവാതെ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇപ്പോൾ കുറേ പൂക്കളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ബോട്ടറി പഠിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ തന്നെ നോക്കി അറിയാം, എൻ്റെ മുഖമൊക്കെ ഓൾമോസ്റ്റ് ടയേർഡായി. വെയിലത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. പിന്നെ ഞാൻ അതിന് ഇപ്പോൾ ഈ ചെടിയല്ല ഇലയുടെ പിക്ക് എടുത്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം അത് ഒരു മെമ്മറി ഉണ്ട്. പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ PP ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ കോളേജിൽ ഇതേ ചെടിയുണ്ട്, പക്ഷെ ഞാൻ അതിൻ്റെ ഇല വെച്ചിട്ട് PP ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒച്ചയൊന്നും കേൾക്കുന്നില്ല. അതെന്താ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇനി ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ? പക്ഷെ നേരത്തെ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുമായിരുന്നു. പിന്നെ ദേ പാലത്തിൽ കൂടെ ഒക്കെ പോവുകയാണ് ഗൈസ്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ പാലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകണമെങ്കിൽ വള്ളത്തേൽ അക്കരെ ഇറങ്ങി പിന്നെ കുറച്ച് നടന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് അവിടുന്ന് ബസ് കയറിയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഒരു കാലം. പക്ഷെ ഭയങ്കര രസമായിരുന്നു ഗൈസ് അതെന്ന് പറയുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. വെളിയിലോട്ട് ഇറങ്ങേണ്ട, ഈ എറണാകുളത്ത് പിന്നെ ഒന്നും പറയണ്ട, അങ്ങോട്ട് ഇറങ്ങി ഉടനെ ബസ് കിട്ടുക. അധികം അധ്വാനിക്കേണ്ട ആവശ്യമേ വരുന്നില്ല, ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ വരുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവിടുത്തെ കുറേ വിശേഷങ്ങൾ ഇങ്ങനെ പറയും. അവർക്ക് കേൾക്കാനും ഇഷ്ടമാണ്, എനിക്ക് പറയാനും ഇഷ്ടമാണ്. അപ്പം കുറേ മെമ്മറീസ് ഉണ്ട് ശരിക്കും പറയാനായിട്ടാണെങ്കിൽ. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ. എന്താണോ നമ്മുടെ ആവശ്യം അതും കഴിഞ്ഞ് നമുക്ക് മിനിറ്റിനുള്ളിൽ അകത്ത് വീട്ടിൽ കയറാം. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻതോ സ്കൂളിൽ പോകാനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് രാവിലെ എണീക്കണം, റെഡി ആവണം. ഞാനൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ അമ്പലത്തിലൊക്കെ പോയി പൂവൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ വന്നിട്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. അതെല്ലാം ശരിക്കും രസമായിരുന്നു, നല്ല മെമ്മറീസാണ് ഗൈസ്. ഇപ്പം ഞാൻ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അതൊക്കെ പോട്ടെ, പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, ഇന്നൊന്നും തീരുമില്ല. സോ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ അടുത്ത ബസ്സിൽ കയറി ചേർത്തലയിൽ ഇറങ്ങി. പിന്നെ ചേർത്തലയിൽ നിന്ന് വൈറ്റില ഹബ്ബ് ബസ് കയറിയിട്ടായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം മൊത്തം തോപ്പുംപടി ബസ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്, സമാധാനമായി. ഇനിയിപ്പോൾ ഫുഡും കഴിച്ചൊന്ന് കിടന്നുറങ്ങണം. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു, ഭയങ്കര ടയേർഡായി. വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിച്ചപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. ഇനി നാളെ കോളേജുണ്ട്, അപ്പോൾ ഫ്രഷ് ആകുക, എന്നിട്ട് കിടന്നൊന്ന് ഉറങ്ങണം മര്യാദയ്ക്ക്. രാവിലെ എണീറ്റതാണ് ഞാനൊരു 4:05 മണി എന്തോ ആയപ്പോൾ എണീറ്റതാണ്. എന്ത് തേങ്ങ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഉറക്കം വന്ന് കിറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് എന്തൊക്കെയോ അങ്ങ് പറയുന്നതാണ്, നിങ്ങളങ്ങ് വിട്ട് കളഞ്ഞേക്കുന്നേ. ഫ്രഷായിട്ട് കയറി കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, നാളെ കോളേജ് ഉണ്ടല്ലോ, കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.